ഞാൻ തർക്കിക്കാനാണ് വിളിച്ചത് കേട്ടോ. ഹലോ ഹലോ, ബെസ്റ്റിനല്ലേ? അതെ അതെ. ഞാൻ രണ്ടൊന്ന് വീഡിയോ കണ്ടു ഈ വിഗ്രഹാരാധനയെ കുറിച്ചിട്ട്. ഓക്കെ, ഫ്രീ ആണോ? ഫ്രീ ആണ്, പറഞ്ഞു. ഞാൻ തർക്കിക്കാനാണ് വിളിച്ചത് കേട്ടോ. ശരി, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇത് നിങ്ങളിപ്പോ ഈ സ്ഥലം വിഗ്രഹങ്ങൾ എവിടെയായിരുന്നു? വന്നിട്ട് സ്ഥലം എവിടെയായിരുന്നു? പേര് പറയണമെന്നില്ല, എന്റെ എന്തായാലും സ്ഥലം തർക്കിച്ചാൽ മതി. ബാംഗ്ലൂരാണ്. പേര് പ്രിൻസ്. അപ്പൊ നിങ്ങളിത് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റെന്ന് പറയുന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു എന്നതും കൂടെ ഒരു വിശദീകരണം വേണ്ടേ? ആരാധനയ്ക്ക് വേണ്ടിട്ട് വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ പിന്നെന്താ പ്രശ്നം? വണങ്ങാൻ വേണ്ടിട്ട് വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞു? അതിന്റെ മുമ്പിലല്ലേ ഇന്ന് പ്രാർത്ഥിക്കുന്നത്? വണങ്ങാൻ വേണ്ടി വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞോ? ഇല്ല. എന്റെ ഓർമ്മയ്ക്കായിട്ട് വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞു? ഇല്ല. ധൂപം അർപ്പിക്കാനായിട്ട് വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞു? അതിന്റെ മുമ്പിലല്ലേ രൂപ അർപ്പിച്ചത്? ഏതിനു മുമ്പിലാ? ആ സമാഗമ കൂടാരത്തിന്റെ ഫ്രണ്ടിലിരുന്ന് ഇതിലല്ലേ അർപ്പിച്ചത്. എവിടേക്കാ ധൂപം അർപ്പിക്കുന്നത്? എവിടേക്കായിരുന്നു? അതൊരു അടയാളമല്ലേ? അടയാളം ഒക്കെ എവിടെയാണ് ധൂപം അർപ്പിച്ചത്? വിഗ്രഹത്തിന്റെ മുമ്പിലാണോ? അല്ല, ആണ്ടുതോറും വന്നിട്ട് പ്രധാന പുരോഹിതൻ അതിനകത്ത് കയറിപ്പോയി അവിടെ ധൂപം അർപ്പിക്കുന്നില്ലേ? എവിടെ എവിടെ? അതായത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി. ആ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് എന്തായിരുന്നു ബ്രദറെ? അതിന്റെ അകത്ത് എന്തായിരുന്നു ഇരുന്നായിരുന്നേ? അതിനകത്തൊരു വെട്ടകം ഉണ്ടായിരുന്നു, രണ്ട് സൈഡ് രണ്ട് കെരുവുകൾ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതിന്റെ അകത്ത് എന്താ ഉണ്ടായിരുന്നത്? അതിനകത്ത് വന്നിട്ട് രണ്ട് അകറാണ്ട് താഴ്ത്ത പടിയും 10 കൽപ്പനകളും മന്ന ഉണ്ടായിരുന്നു. 10 കൽപ്പന ഉണ്ടായിരുന്നു. അവിടേക്ക് മോശ രക്തം തെളിക്കുമായിരുന്നു. അതെ, ആ ഒരു അടയാളങ്ങളുടെ ഫ്രണ്ടിലല്ലേ ഈ ധൂപം അർപ്പിച്ചോണ്ടിരുന്നത്. ഏത് അടയാളമാണ് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു അടയാളം ഇല്ലേ അവിടെ? 2 കെരൂബുകളാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങള്? 2 കെരൂബുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? 2 കെരൂബുകളും ഈ വാഗ്ദാന പേടകവും അതിനകത്തിരുന്ന മന്നയും അതിനകത്തിരുന്ന കൽപ്പലകയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു സാധനത്തിന്റെ ഫ്രണ്ടിലല്ലേ പോയി അർപ്പിച്ചത് അല്ലേ? അതായത് പെട്ടകത്തിന് മുമ്പിലാണ് അർപ്പിച്ചത്. ഈ പെട്ടകം എങ്ങനെ ഇരിക്കുന്നുള്ളത് ബ്രദറിന് അറിയോ? ഇപ്പൊ ഇങ്ങനെ അതൊരു സ്വർഗീയ സാദൃശ്യമെന്നാണ് പൗൽ പറഞ്ഞിരിക്കുന്നത് ഹെബ്രായർ ലേഖനത്തിൽ, അല്ലേ? അപ്പൊ ആ ഒരു സാദൃശ്യത്തിന്റെ ഫ്രണ്ടിലാണ് ധൂപം അർപ്പിക്കുന്നത്. അപ്പൊ അത് തെറ്റല്ലല്ലോ അത്. ആ കെരൂബുകൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? കെരൂബുകൾ സ്വർഗത്തിലെ കെരൂബുകളായിരിക്കും, ആഞ്ചൽസിനെ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ വിശുദ്ധരുടെ ഫോട്ടോ വെക്കുന്നു, യേശുവിന്റേതെന്ന് പറഞ്ഞൊരു ചിത്രം വരച്ചു വെക്കുന്നു. അത് യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡാവിഞ്ചി വരച്ചൊരു ചിത്രമാണ്. ആ ചിത്രത്തിന് പ്രത്യേകിച്ച് ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ല എന്നുള്ളത് അനേക തെളിവുകൾ കിടക്കുന്നു. അത് ഓക്കെ, അത് നമുക്ക് രണ്ടാമത് വരാം. അപ്പൊ ഈ ഒരു അടയാളത്തിന്റെ ഫ്രണ്ടില് ധൂപം അർപ്പിക്കാമോ? അല്ല, അത് രണ്ടാമത് വരുന്ന എന്തിനാ? അപ്പൊ ഇത് യേശുവുമായിട്ട് ഇതിലായിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ പിന്നെ ഇതിന്റെ മുമ്പിൽ എന്തിനാ അർപ്പിക്കുന്നേ? അപ്പൊ അതിനോട് തെറ്റിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞതല്ല. വന്നിട്ട് ഇപ്പൊ ദൈവം വന്നിട്ട് നിങ്ങൾ പറയുന്ന ഒരു രൂപം ഉണ്ടാക്കരുതെന്നാണ്. ഞാനിപ്പോ ഗാന്ധിജിയുടെ പടം നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിന് എനിക്കൊരു പരാതിയില്ല, നിങ്ങൾ വെച്ചോ. ആരാധനയ്ക്ക് വേണ്ടി ഇവിടെ നടക്കുന്ന രീതികളിൽ ഈ പറഞ്ഞ പരിപാടി ദൈവത്തിനെതിരാണ്, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ എന്താ പറയുക? അങ്ങനെ കത്തോലിക്ക സഭയിൽ ആരാധനയ്ക്ക് വേണ്ടി അല്ലാതെ രൂപങ്ങൾ വെക്കാമോ? ഒരു സെക്കൻഡ് വെറുതെ. അതായത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? പ്രാക്ടിക്കൽ സൈഡിനെ പതിയെ മറച്ചു വെക്കും. എന്നിട്ട് തിയറി പറഞ്ഞുകൊണ്ടിരിക്കും, കുറെ സെന്റിമെന്റൽ വർക്കൗട്ട് പറയും. പക്ഷെ ഇതൊന്നും അല്ല ഇവിടെ പ്രാക്ടിക്കൽ സൈഡിൽ നടക്കുന്നത്. പ്രാക്ടിക്കൽ സൈഡിൽ നടക്കുന്ന നേരെ ഓപ്പോസിറ്റ് സംഭവമാണ്. നിങ്ങൾ പറയുന്ന ദേവാലയങ്ങളിൽ നടക്കുന്ന പ്രാക്ടിക്കൽ സൈഡിൽ അവിടെ നടക്കുന്നത് വിഗ്രഹാരാധനയാണോ? അല്ലേ? കുറച്ചൊക്കെ വിഗ്രഹാരാധന ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ പകുതി സംഭവിച്ചു, കുറച്ചൊക്കെ വിഗ്രഹാരാധന ഉണ്ട്. ഇതിന്റെ കാരണം ആരാണ് അതിന്റെ ഉത്തരവാദി? നമ്മുടെ സഭ നേതാക്കന്മാർ തന്നെയാണ്. അതിന്റെ ഒരു ഉത്തരവാദം അവർക്ക് തന്നെയാണ് അതിന്റെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാര്യം ബ്രദർ സംബന്ധിച്ചു ഉത്തരവാദി അവരാണ്. ആരാണ് ഇതിന് മാറ്റേണ്ടത്? അല്ല, നമ്മുടെ വിഷയം ഇത് മാറ്റുന്നത്. അത് ഓക്കെ, അത് വന്നിട്ട് ഞാൻ പറയുന്നത് ഒരാളെങ്കിലും വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റി പോവുകയാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്തേണ്ടത് ആരാണ്? അത് നമ്മൾ തന്നെയാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തില് നെഹുഷ്താൻ എന്ന് പറയുന്ന മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പം, ഈ പിച്ചള സർപ്പത്തെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ധൂപം അർപ്പിക്കാൻ തുടങ്ങി. പൊട്ടിച്ച് നശിപ്പിച്ച് കാട്ടിക്കളഞ്ഞു. അപ്പൊ എന്ത് ഇത് ചെയ്യാത്തേ? അല്ല, അത് ആരാധിക്കുമ്പോഴല്ലേ ചെയ്യേണ്ടത്. ആരാധനയല്ലാതെ സ്വരൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. കുറച്ച് നേരത്തെ മുമ്പ് നിങ്ങൾ തന്നെ പറഞ്ഞു ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് പകുതി. അല്ല, ഞാൻ എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം വന്നിട്ട് ആരാധനയ്ക്കല്ലാതെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളിപ്പോ ഗാന്ധിജിയുടെ പടം ഉണ്ടാക്കിയോ വേറെ പടം ഉണ്ടാക്കിയോ ചെയ്തോ? ഗാന്ധിജിയുടെ വിടുക. ഒരു മാതാവിന്റെ സ്വരൂപം ഉണ്ടാക്കി അവിടെ വെക്കാൻ പറ്റുമോ? ആരാധനയ്ക്കല്ലാതെ വെക്കാൻ പറ്റുമോ? ഒറിജിനൽ മാതാവിന്റെ പടം ഉണ്ടെങ്കിൽ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ. ഞാനും വന്ന് കാണാൻ നോക്കാം. അപ്പൊ വെക്കാം അല്ലേ? ഒറിജിനൽ യേശുവിന്റെ അമ്മ മാതാവിനെ വെക്കണം. അതിപ്പോ നമ്മളിപ്പോ കണ്ടിട്ടില്ല. ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? അതൊരു അടയാളമാണ്.
നമ്മളിപ്പോ കെരൂബിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനാണ് പിന്നെ അത് വെക്കുന്നത്? എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചു പ്രിൻസ് ബ്രദറിന്റെ പപ്പയുടെ പേരെന്താണ്? അത് വിട്ടായി. പ്രിൻസ് ബ്രദറിന്റെ പപ്പയുടെ പപ്പ അല്ലെങ്കിൽ വല്യപ്പൻ, വല്യപ്പൻ, അത് ഏതെങ്കിലും ഒരു കുറ്റവാളിനെ കൊണ്ടുവന്നിട്ട് ഇത് നമ്മുടെ പപ്പയാണെന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ദേവാലയത്തിനകത്ത് ഒരു കത്തോലിക്ക ദേവാലയത്തിനകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഗോവിന്ദച്ചാമി ഉണ്ടല്ലോ, സൗമ്യ വാസുദേവന് ബലാത്സംഗം ചെയ്ത് കൊന്നേ ഗോവിന്ദച്ചാമിയുടെ ചിത്രം വെച്ചിട്ട് നിങ്ങൾ പറയാണ് പ്രിൻസ് ബ്രദറിന്റെ അപ്പാപ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമോ നിങ്ങൾ? നിങ്ങളോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അൾത്താരയുടെ മുകളിൽ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ ചിത്രം ഒന്ന് വച്ചിരിക്കുന്ന ഈ ദേവാലയങ്ങളിൽ നമുക്ക് കയറാൻ പറ്റുമോ? ഇത് ഈശോയുടെ ചിത്രമാണോ? അത് ഈശോയുടെ ചിത്രമല്ലെന്ന് താങ്കൾ പറയുന്നു. അല്ലാന്ന് നിങ്ങൾ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ലോകത്തുള്ള ഏതെങ്കിലും കത്തോലിക്ക ഞാൻ ഉറപ്പിച്ചു യേശു അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ദേവാലയത്തിനകത്ത് ഞാൻ കയറാൻ പറ്റും? എന്താ കുഴപ്പം കയറാൻ? എന്തിനാ കയറുന്നത്? എങ്ങനെ കയറാൻ പറ്റും? എന്താ കയറണേന്ന് പ്രശ്നം പറ. വിഗ്രഹാരാധനല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ആ ദേവാലയത്തിനകത്ത് കയറാൻ പറ്റും? ഞാൻ അതിന്റെ അകത്ത് കയറി ചെല്ലുമ്പോ തന്നെ വിഗ്രഹാരാധനയായി. അതെ. നിങ്ങൾ അവിടെ കയറുന്നത് എന്തിനാ? ദേവാലയത്തിൽ പോകുന്നതിനാ? ഹലോ, ദേവാലയത്തിൽ പോകുന്ന അത് വിട്ടേക്ക്. ഈ ദേവാലയത്തിനകത്ത് ഇരിക്കുന്നത് മൊത്തം അന്യദേവന്മാരുടെ, യേശുവിന്റെ അല്ലാത്ത വിഗ്രഹങ്ങളാണ് അവിടെ പതിച്ചിരിക്കുന്നത്. അന്യദേവന്മാരുടെ അല്ല, യേശുവുമായി യാതൊരു ബന്ധമില്ലാത്തൊരു കുറ്റവാളിയുടെ ചിത്രമാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ആ കുറ്റവാളിയുടെ ചിത്രത്തിന്റെ എങ്ങനെ കയറാൻ പറ്റും? ആ കുറ്റവാളിയുടെ ചിത്രത്തിന്റെ മുമ്പിൽ ഞാൻ വണങ്ങിയോ അതിനെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വെക്കുകയോ ചെയ്യാറില്ല. എനിക്ക് അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ആവുമ്പോൾ അതാണ് ഞാൻ ആദ്യം ബ്രദറിനോട് ചോദിച്ചത്, എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത്? ബ്രദർ എന്തിനാ ദേവാലയത്തിൽ പോകുന്നത്? ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ് ബ്രദർ? ആത്മാവിലും സത്യത്തിലും. അപ്പൊ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പോകുന്നതിന് അവിടെ ഇരിക്കുന്നവനെ വണങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോ എങ്ങനെ അത് വിഗ്രഹാരാധനയാവുന്നത്? എനിക്കൊന്ന് പറഞ്ഞു തന്നെ. അല്ലല്ലല്ല, ഒരു കള്ളന്റെ വിഗ്രഹം ഒരു ദേവാലയത്തിനകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവാലയം കള്ളന്റെ ദേവാലയമാണ്. അതിന്റെ അകത്ത് സിമന്റ് കെട്ടിടങ്ങളോ ഈ പറയുന്ന സിമന്റ് പ്രതിമകളോ ഒന്നുമല്ലല്ലോ ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കി കാണുന്നതും ഞാൻ വരുന്നതും ഒറ്റ കാര്യത്തിനാണ്. ഞാൻ ദേവാലയത്തിൽ വരുന്നത്, ഞാൻ വരുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കാനാണ്. ആരുടെ? ശിവന്റെ ദേവാലയത്തിൽ പോകും. ഞാൻ ഇന്ന് കത്തോലിക്ക ദേവാലയത്തിൽ പോകുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്, വിശുദ്ധ കുർബാന. ശിവന്റെ ദേവാലയം എനിക്ക് അറിയില്ല ബ്രദറെ, ഞാൻ കണ്ടിട്ടില്ല. ശിവന്റെ സ്വരൂപം അവിടെ കാണൂലല്ലേ? അല്ല, എനിക്കറിയില്ലെന്ന്, ഞാൻ കണ്ടിട്ടില്ല. കത്തോലിക്ക ദേവാലയത്തിനകത്ത് കത്തോലിക്കനല്ലാത്ത ഒരു കള്ളന്റെ ഫോട്ടോയാണ് അവിടെ കിടക്കുന്നതെങ്കിൽ അത് കള്ളന്റെ ദേവാലയമാണ്. കത്തോലിക്കൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അത് ആദ്യം പോയി അതൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ ക്ലറിക്കൽ മിസ്റ്റേക്കുമ്പോ പിടിക്കാതിരിക്കുന്നത് അത് വെറുതെ പറയുന്ന ആശയമല്ല, അത് ക്ലറിക്കൽ ആണല്ലോ എന്ന് വെച്ചിട്ട് വിടുന്നതാണ്. അത് ഓക്കെ. ഇനി ഇതിനകത്ത് ബ്രദർ ഈ പറയുന്ന സാധനത്തില് ഈ ദേവാലയങ്ങളുടെ അകത്ത് നോക്കുക, അൾത്താരകളിൽ നോക്കുക. പല അൾത്താരകളിൽ ഇന്നിപ്പോ ഈ വിഗ്രഹങ്ങളൊന്നും ഇല്ല, അതൊക്കെ എടുത്ത് വീക്കി കാട്ടിക്കളഞ്ഞു പല അൾത്താരകളിലും. അതൊക്കെ വന്ന് ബ്രദർ കേരളത്തിൽ വന്ന് നോക്കിയാൽ മതി. വിഗ്രഹമില്ലാത്ത അൾത്താരകൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ആവശ്യം പോലെ. കാണണോ നിങ്ങൾക്ക്? അല്ല, വിഗ്രഹങ്ങൾ അതൊക്കെ ഒരു അടയാളം, അതൊന്നും ആരാധിക്കാനുള്ളതല്ല. ഈ പറഞ്ഞ സാധനമൊന്നും ഇല്ലാത്ത അൾത്താരകൾ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് അടയാളമാണ്, ആരാധിക്കാറുമില്ല. അപ്പൊ പിന്നെ ഞാൻ പോകുന്നതിനാണോ കുഴപ്പം നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നില്ല. ഈ കത്തോലിക്ക ദേവാലയത്തിന് ഈ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ആ ദേവാലയത്തിനകത്ത് ഏതോ ഒരുത്തന്റെ ഫോട്ടോ ഇരിക്കുന്നു. അപ്പൊ അവനെ ആരാധിക്കാനാണ് അവിടെ പോകുന്ന ആൾക്കാർ ആരാധിക്കുന്നത്. നിങ്ങളുടെ അതെ, ഞാൻ പറഞ്ഞു, ഞാനിപ്പോ കോട്ടയം വഴി പോകുന്നുണ്ട്, അവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇരിക്കുന്നുണ്ട്. അയ്യോ, ഗാന്ധിജിയുടെ പ്രതിമ ഇതിലെ പോകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അപ്പൊ പറഞ്ഞ ആശയം എന്താണെന്ന് ബ്രദറിന് വളരെ വ്യക്തമാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ ആശയം ബ്രദറിന് ക്ലിയർ ആണ്. എന്നാലും ഒന്ന് തോപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ദേവാലയത്തിന്റെ അകത്ത്, നിങ്ങൾ എന്റെ ഇടവക ദേവാലയത്തിൽ അവിടെ എന്തൊക്കെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ബ്രദർ എന്തിനാ ദേവാലയത്തിൽ പോകുന്നത്? ഞാൻ ദേവാലയത്തിൽ കുർബാന സ്വീകരിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. അപ്പൊ ക്രിസ്തുവിനെ കാണേണ്ടത് വിശുദ്ധ കുർബാനയിലാണ്, യേശുവിന്റെ ശരീര രക്തങ്ങളിലാണ് ക്രിസ്തുവിനെ കാണുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യേശുവിന്റെ ശരീര രക്തങ്ങൾ എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയാണ്. ഞാൻ അതിന്റെ അകത്തേ കാണാറുള്ളൂ. ഞാൻ അത് സ്വീകരിക്കാൻ, യേശുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കാനാണ് ഞാൻ എന്തിനു പോകുന്നത്? ദേവാലയത്തിൽ പോകുന്നത്. അവിടെ പുരോഹിതനും ഞാനും അടങ്ങുന്ന സമൂഹം ഒരുമിച്ച് അർപ്പിക്കപ്പെടുന്ന ബലിയിൽ യേശുവിന്റെ ശരീര രക്തങ്ങളെ കണ്ട് അത് സ്വീകരിച്ച് ഞാൻ തിരിച്ചു വരും. അതല്ല, അത് അവിടെ ഇനി ആരുടെയൊക്കെ പടം ഇരിക്കുന്നുണ്ട്, അതിന്റെ ഇപ്പുറത്ത് ആരുടെയൊക്കെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചർച്ചിന്റെ കോർ അത് തന്നെയാണ്. ചർച്ചിന്റെ കോർ അതാണ്, പക്ഷെ ചർച്ച് ഇന്ന് കൊണ്ടുപോകുന്ന റൂട്ട് അതല്ല. ഇന്ന് നടക്കുന്ന പ്രാക്ടിക്കൽ സൈഡ് അതല്ല. അത് ബ്രദർ തന്നെ സമ്മതിച്ചു തുടക്കം തന്നെ. ഇന്ന് ഞാൻ പറയാം, വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് യേശുവിന്റെ ശരീരരക്തങ്ങള് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ മധ്യേ, അതായത് പുരോഹിതൻ കാസയും പീലാസയും എടുത്തു വെച്ചിട്ട് ഇത് യേശുവിന്റെ ശരീരമാണ്, ഇത് രക്തമാണ്, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കും, നിങ്ങൾ ഇത് പാനം ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് സൈഡിലിരിക്കുന്ന മാതാവിൻ, പുറകിലല്ല, ആൾക്കാരോട് ചേർന്നിരിക്കുന്ന മാതാവിന്റേതെന്ന് പറയപ്പെടുന്ന വിഗ്രഹത്തിലും യൂദാസ്ലീഗയുടെ എന്ന് പറയപ്പെടുന്ന വിഗ്രഹത്തിലും മാല ചാർത്തി അനുഗ്രഹം വായിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ വീഡിയോ എടുക്കുന്നുണ്ട്, എന്റെ ചാനലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് യേശുവിന്റെ ശരീരരക്തങ്ങളാണെന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിച്ച് പുരോഹിതം പറഞ്ഞിരിക്കെ ഇവര് പോയി മാല ഇടുന്നത് വിഗ്രഹാരാധനയാണോ അല്ലേ ബ്രദർ? അത് നിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? എന്റെയാണോ നിങ്ങളുടെയാണോ, അല്ലെങ്കിൽ ചർച്ചിന്റെ അധികാരികളുടെ ഉത്തരവാദിത്തമാണോ? ആരുടെ ഉത്തരവാദിത്തമാണ്?
അത് പറയുന്നുണ്ടല്ലോ ആര് പറയുന്നു ബ്രദറെ? എന്തിനാ പറയണേ? ആ കൗണ്ടർ പൂട്ടിയിട്ടാ തീർന്നില്ലേ? മാലയുടെ കൗണ്ടർ പൂട്ടിയിട്ടാ തീർന്നില്ലേ? എല്ലാ മനുഷ്യരും വന്നിട്ട് നമ്മളെ പോലെ ബ്രദറെ ഇത് ആരും പറയണ്ടെന്ന് ഞാൻ പറയുന്ന. ഈ സമയത്ത് ആ കൗണ്ടർ അങ്ങോട്ട് പൂട്ടിയിട്ടാ മതി, തീർന്നില്ലേ പ്രശ്നം? വിശുദ്ധ കുർബാനയുടെ മധ്യേ ഈ പരിപാടി നടക്കില്ല, ഈ കൗണ്ടർ അങ്ങോട്ട് പൂട്ടിയിട്ടാ മതിയല്ലോ. ഇനി ഈ വിഗ്രഹത്തെ മാലയിട്ട് ബഹുമാനിക്കുന്നത് എന്തർത്ഥത്തിലാ? എനിക്ക് പറഞ്ഞ ബൈബിളിൽ നിന്ന് വാക്യം എന്താ? ബൈബിളിൽ നിന്ന് വാക്യം തരാനാ? ഈ പറയുന്ന മാതാവിന്റേതെന്ന് പറയപ്പെടുന്ന യൂദാസ് എന്ന് പറയപ്പെടുന്ന ഈ രൂപത്തമ്മ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസമ്മ കൊണ്ടുവന്ന് മാല ഇട്ടിട്ട് എന്ത് റെസ്പെക്ട് ആണ് നിങ്ങൾ കൊടുക്കുന്നത്? പറഞ്ഞു. അത് വന്നിട്ട് അത് സിമ്പിൾസ് ആണ് ആക്ച്വലി. എന്ത് സിമ്പിൾസ്? ഇപ്പൊ ഞാനിപ്പോ ഗാന്ധിയുടെ പ്രതിമയിൽ ഒരു മാല ഇടുന്ന പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഗാന്ധിജിയെ ഞാൻ ബഹുമാനിക്കുന്നതിന്റെ അർത്ഥമാണ്, അല്ലാതെ ആ പ്രതിമയെ ബഹുമാനിക്കുന്നതാണോ? ഇല്ലല്ലോ. അപ്പൊ ആരെ ബഹുമാനിക്കുന്നത്? ഗാന്ധിജിയെ ബഹുമാനിക്കുന്നതാണ്. ഓക്കെ, ഗാന്ധിജിനെ നമുക്ക് അറിയാലോ, അത് ഗാന്ധിജിയെന്ന് അറിയാലോ അല്ലേ? അറിയാം. ഓക്കെ. അപ്പൊ ഇവിടെ ചില സ്ഥലത്ത് വെളുത്ത മാതാവ് ഇരിക്കുന്നു, ചില സ്ഥലത്ത് കറുത്ത മാതാവ് ഇരിക്കുന്നു, ചില സ്ഥലത്ത് ചാരക്കളറിലെ മാതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ ഒക്കെ പോയി അടുത്തിടുമ്പോ ഇതിനകത്ത് ശരിക്കും ഏതാ മാതാവ്? അത് വന്നിട്ട് അതൊരു അടയാളം എന്തടയാളം? ഗാന്ധി ചിലപ്പോ കണ്ണാടി വെച്ചിട്ടിരിക്കും, ചിലപ്പോ മുക്കറിട്ടിരിക്കും, ചിലപ്പോ വടിയൂണി നിൽക്കും, ചിലപ്പോ കറുത്ത ഗാന്ധി ആയിരിക്കും, ചിലപ്പോ വെളുത്ത ഗാന്ധി ആയിരിക്കും. അതില് നിങ്ങൾ അതിനെ വിഗ്രഹമായിട്ട് കാണുമ്പോ ഗാന്ധി എവിടെയായിരുന്നു? നിങ്ങൾ വിഗ്രഹമായിട്ട് കാണുന്നോണ്ട് നിക്കറിട്ട ഗാന്ധി എവിടെ? ഗാന്ധിക്ക് എല്ലായിടത്തും ഒറ്റ പ്രതീകമേ ഉള്ളൂ, ഒരു തോൾമുണ്ടും ഉണ്ടാവും, ഒരു കയ്യിലോ അടിയുണ്ടാവും, ഒരു കണ്ണടയുണ്ടാവും, ഇത്രേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന, ഉണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ ചുമ്മാ ബ്രദർ പറയല്ലേ, ഉണ്ടാക്കുന്നവന്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല. ആയിരക്കണക്കിന് ഫോട്ടോസ് ഉണ്ട്. ഇന്ന് വെറുതെ ഗൂഗിളിൽ ചെയ്തൊന്ന് അടിച്ചു നോക്ക്. കുരുക്കഴിക്കുന്ന മാതാവ്, ഗർഭിണി മാതാവ്, ഇതൊക്കെ ആരാ? എന്തിന്റെ പ്രതീകം? ഇത് വിഗ്രഹാരാധനയാണോ? അപ്പോ വിഗ്രഹാരാധന എന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെന്തുവാ? അതിനൊരു അടയാളം. നമ്മള് ഞാനിപ്പോ ഒരു കൊരട്ടിമുത്തി ഉണ്ട്, കൊരട്ടിമുത്തി അവരാരാണെന്ന് പറഞ്ഞു എനിക്ക്. ഓരോ സ്ഥലത്തിന്റെ പേര്. കൊരട്ടിയിലൊരു മുത്തി ഉണ്ട്, ആ മുത്തി ആരാണത്? അത് ഓരോ സ്ഥല പേരിട്ടിട്ട് മാധവനിട്ടിരിക്കുന്ന പേര്. ഓക്കെ, അപ്പൊ മാതാവാണ്. എന്നിട്ട് ഈ കൊരട്ടിമുത്തി ചെയ്യുന്ന എന്നാ പറയുമ്പോ, ഒരു പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ, ഒരു പാവപ്പെട്ടവൻ ഒരു പഴം കൊണ്ടുവന്നു, ഒരു കൊലപ്പഴം. ആ പഴം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ഒരു ബ്രാഹ്മണന് വിശന്നു. ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് പഴം തടാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇത് മുത്തിക്കുള്ള നേർച്ചയാണെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് പറ്റില്ല, എനിക്കുള്ള സാധനം എനിക്ക് തന്നെ, എനിക്കിപ്പോ തിന്നണം, എനിക്ക് വിശന്നിട്ട് വെള്ളം പറഞ്ഞു. അവൻ്റെ പഴം തട്ടിപ്പറിച്ച് കാണിച്ചു. അന്ന് തുടങ്ങി ഈ ബ്രാഹ്മണന് വയറുവേനയായി. അപ്പൊ ഈ വയറുവേന കൊടുത്തത് ആരാ? മാതാവാണോ? അതാണ് വയറുവേന കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വിഗ്രഹാരാധനയാണോ? അത് വിഗ്രഹാരാധനയാണോ? എല്ലാ വർഷവും പഴക്കൊല വെച്ചിട്ട് മാതാവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ബഹുമാനമാണോ മാതാവിന് കൊടുക്കുന്നത്? അതായത് പഴം തട്ടിപ്പറിച്ച് വാങ്ങിച്ചവന് വയറുവേദന കൊടുത്ത മാതാവിനെ ബഹുമാനിക്കാനായിട്ട് ആ വർഷം മുഴുവൻ ലക്ഷക്കണക്കിന് കിലോ കണക്കിന് പഴങ്ങള്, പൂവമ്പഴം മാത്രമേ ഉള്ളൂ, ഇനി നാടൻ പഴം ഒന്നും പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമല്ല മുത്തിക്ക്, കിലോ കണക്കിന് ഈ പറയുന്ന പഴം കൊണ്ടുവന്ന് കൊടുത്ത് ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് അത് വിഗ്രഹമല്ല, അത് ബഹുമാനിക്കലാണ് അല്ലേ? ആരെ ബഹുമാനിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഓരോ സ്ഥലത്തുള്ള ഓരോ എന്താ പറയുക, ആ സ്ഥലത്ത് കൊരട്ടിയിലുള്ള ആരെയാണത് ബഹുമാനിക്കുന്നത് എനിക്ക് പറഞ്ഞു തരൂ. വിഗ്രഹമായിട്ട് പരിണമിക്കുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ പോരാ, എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞു തരണം, ആരെയാണ് അത് ബഹുമാനിക്കുന്നത്? നിങ്ങൾ ആരെയാണ് അവിടെ ബഹുമാനിക്കുന്നത്? കൊരട്ടിയിൽ നിങ്ങൾ ആരെയാണ് ബഹുമാനിക്കുന്നത് എനിക്ക് പറഞ്ഞു തരും. കൊരട്ടി മാതാവെന്നല്ലേ പേരല്ലേ? കൊരട്ടി മാതാവല്ല, മുത്തിയാണ്. ഇത് ആരെ ബഹുമാനിക്കുന്നത്? നിങ്ങൾ ഈ പഴം വെച്ച് ആരെ ബഹുമാനിക്കുന്നത്? എനിക്കത് പറഞ്ഞു. അത് മാതാവിനെ ബഹുമാനിക്കുന്ന അത് ഏത് മാതാവ്? നിങ്ങളറിയുന്ന മാതാവ് അങ്ങനെയാണോ? പഴം കൊടുക്കാൻ കലിപ്പുണ്ടാക്കുന്ന പണി കൊടുക്കുന്ന മാതാവാണോ നിങ്ങളുടെ മാതാവ്? ഇതൊക്കെ നിങ്ങൾ എതിർക്കേണ്ട തന്നെയാണ്. യേശുവിന്റെ അമ്മ മാതാവ് അതാണോ എന്ന് എനിക്ക് പറഞ്ഞു. ബ്രദർ അറിയുന്ന, പ്രിൻസ് ബ്രദർ അറിയുന്ന യേശുവിന്റെ അമ്മ മാതാവ് നിങ്ങൾ ഈ പറഞ്ഞ സാധനമാണോ? ഈ മൂദേവിയുടെ ക്യാരക്ടറുള്ള ഈ സാധനം നിങ്ങളുടെ മാതാവ് അമ്മയാണോ, യേശുവിന്റെ അമ്മയാണോ? എനിക്കതൊന്നും പറഞ്ഞതാ. എനിക്കറിയത്തില്ല, അവിടുത്തെ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ഫോട്ടോ വീഡിയോ ഇട്ട് തരാം ബ്രദറെ, വീഡിയോയിൽ ഫോട്ടോ വീഡിയോ ഇട്ട് തരാം. നമ്മളിപ്പോ ഈ ഓഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യണമല്ലോ അല്ലേ? വേണ്ടേ? ചാനലിലിടണ്ടേ? അപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ കൊരട്ടിമുത്തിയുടെ ഈ പറയുന്ന ഫോട്ടോസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെയോ പോയി. ഇതൊക്കെ വിഗ്രഹാരാധന തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ വിഗ്രഹം ഉണ്ടാക്കരുത്. എത്ര പെർസെന്റേജ് വിഗ്രഹാരാധന ഉണ്ട് കത്തോലിക്ക സഭയില്? ബ്രദർ ഒന്ന് പറഞ്ഞു. ബ്രദർ കുറച്ചു വരെ ആയിട്ടുണ്ടല്ലോ, എത്ര പെർസെന്റേജ് ഉണ്ട്? അത് ഓരോ അത് ആത്മീയതയിൽ എത്ര വളർച്ച മനുഷ്യൻ പ്രാപിച്ചിട്ടുണ്ടോ അതനുസരിച്ചിരിക്കും. ബ്രദറിന്റെ ഒബ്സർവേഷൻ പറയുന്നത്, എനിക്ക് ആത്മീയതയിലെ ആളുകളുടെ ഇതൊക്കെ വിടുക. ബ്രദറിന്റെ ഒബ്സർവേഷനിൽ എത്ര പെർസെന്റേജ് കത്തോലിക്ക സഭയിൽ വിഗ്രഹാരാധനയുണ്ട്? വിഗ്രഹാരാധന എന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി. അത് വന്നിട്ടൊരു എന്താ പറയുക, ഡീവിയേഷൻ ആണ് ആക്ച്വലി. എന്തിനാണോ അത് യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുക അതിനെ വിട്ടിട്ട് അവർ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഞാൻ ഈ കൊരട്ടിമുത്തിയുടെ കാര്യം വെച്ചു, എനിക്ക് അത് ഇപ്പോഴും പറഞ്ഞു തന്നിട്ടില്ല. കൊരട്ടിമുത്തിയുടെ കൊല കൊടുക്കുന്ന പരിപാടി കണ്ടല്ലോ, ഈ കൊല കൊടുക്കുന്ന വിഗ്രഹാരാധനയാണോ? കോഴി കൊടുക്കുന്ന വിഗ്രഹാരാധനയാണോ? അതൊക്കെ വന്നിട്ട് യഥാർത്ഥ ദൈവികത അല്ല. അതൊന്നൊരു വിഗ്രഹാരാധനയാണോ? വിഗ്രഹാരാധന ഒന്നും പറയാൻ പറ്റില്ല. എന്താണ് അപ്പൊ വിഗ്രഹാരാധന? എനിക്ക് അതും കൂടി പറഞ്ഞതാ.
വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമല്ലാത്തതിനെ ആരാധിക്കും, ദൈവമായിട്ട് സങ്കല്പിച്ച് ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ദൈവമല്ലാത്തതിനെ ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കുന്നത്. അതെ, അവിടെ corrective ദൈവം- അവിടെ ആരാധനയുടെ ദൈവമായിട്ടല്ല സങ്കല്പിച്ച് ആരാധന എന്ന് ആരാധിക്കുന്നത്. പറയുന്ന സാധനത്തിന്റെ പ്രാക്ടിക്കലായിട്ട് എനിക്കൊന്ന് കാണിച്ചു തന്നെ, എങ്ങനെയായിരിക്കും അത് ചെയ്യുക? എങ്ങനെയാണ് എനിക്കൊന്ന് പറഞ്ഞു തന്നെ, എങ്ങനെയായിരിക്കും അതിനെ നമ്മൾ ആരാധിക്കുന്നത്? എങ്ങനെയായിരിക്കും? ഇപ്പോ ഈജിപ്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനം പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ കയ്യിൽ നക്ഷത്രദേവന്റെ പ്രതിമ, പിന്നെ വേറെ 2-3 ദേവന്മാരുടെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. അവരതിനെങ്ങനെ ആരാധിച്ചു? അവരെങ്ങനെ ആരാധിച്ചു? ദൈവമായിട്ടാണ് അവർ ആരാധിച്ചത്. എങ്ങനെ? കാളയെ ദൈവമായിട്ടാണ് ആരാധിച്ചത്. പ്രാക്ടിക്കലി അത് എന്താ ചെയ്തത്? അവര് എന്താ അതിനകത്ത് ചെയ്തത്? കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അവിടെ അതിന്റെ ചുറ്റും നടന്ന് തീയൊക്കെ കത്തിച്ച് ഇങ്ങനെ ഡാൻസ് കളിച്ച് അവർ ദൈവമായിട്ട് ആരാധിക്കുന്നു. എങ്ങനെ തീ എത്തിച്ചു? ചുറ്റും നടന്നു ദൈവമായി ആരാധിക്കും. ദൈവത്തിന്റെ ഇത് ആരാധനയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അത് അവരതിനെ ബഹുമാനിക്കുന്നതാന്നേ. വേറെ അവരതിനെ ബഹുമാനിക്കുന്നേ ഉള്ളൂ, അത് ആരാധനയല്ല. നിങ്ങൾക്ക് എന്നാ പ്രശ്നം? ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക. പുറപ്പാട് പുസ്തകത്തിൽ അഹറോൻ പറയുന്നത് ഇത് യഹോവയുടെ ഉത്സവം എന്നാ പറയുന്നത്. യഹോവയുടെ ഉത്സവം. അവർ കൊണ്ടാടിയത് കാളക്കുട്ടിയുടെ ഉത്സവമല്ല. വെച്ചത് കാളക്കുട്ടിയാണെങ്കിൽ അവർ കൊണ്ടാടിയത് യഹോവയുടെ ഉത്സവമാണ്. എന്നിട്ട് യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ടോ അത്? അതുകൊണ്ടല്ലേ പറഞ്ഞ കൽപ്പന കൊടുത്തത്. അതാ പറഞ്ഞ കൽപ്പന ഓൾറെഡി നേരത്തെ കൊടുത്തുള്ളൂ. കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കാളക്കുട്ടിയുടെ ചുറ്റും കിടന്ന് അവർ തുള്ളിച്ചാടി കഴിഞ്ഞപ്പോ അഹറോനാണ്, അതായത് നമ്മൾ പറയുന്ന ലേവി പൗരോഹിത്യത്തിന്റെ പുരോഹിതൻ വിളിച്ചു പറഞ്ഞത് യഹോവയുടെ ഉത്സവം. ആ യഹോവയുടെ ഉത്സവം അവർ കൊണ്ടാടിയത്. എന്നിട്ട് കർത്താവിന് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇല്ല, യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ബ്രദർ പറയുന്നത് ഇതേ സെയിം സാധനം തന്നെ ഇപ്പോഴത്തെ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ പറയുന്ന ഐഡിയൽ ആണ്, നിങ്ങൾ പറയുന്നത് ഇത് വിഗ്രഹമല്ല, നിങ്ങൾ പറയുന്നത് ഇത് രൂപമാണ്. ഇത് ഇല്ല അതങ്ങനല്ല. അതായത് കുറട്ടിലുള്ള ദൈവം എന്നാണ് ആരാധിക്കുന്നത്. ഇല്ലല്ലോ, കുറട്ടിലുള്ള മാതാവെന്നല്ലേ ആരാധിക്കും. ഇത് യഹോവയുടെ ഉത്സവം എന്ന് അവർ പറഞ്ഞത്. കാളക്കുട്ടിയെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശയെ ഞങ്ങൾക്ക് കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ശരി, സമ്മതിച്ചു. പക്ഷെ അവരുണ്ടാക്കിയിട്ട് ആരാധിച്ചത് അവർ യഹോവനെയാണെന്ന്. യഹോവയുടെ ഉത്സവം അവർ കൊണ്ടാടിയേ. ഇപ്പൊ വായിച്ചു നോക്ക് ബൈബിള്. ഇല്ല, അവര് അല്ല നമുക്ക് ദൈവത്തെ വേണമെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ ഉണ്ടാക്കി കൊടുത്തു. അവര് ആരുടെ ഉത്സവ കൊണ്ടാടിയത്? അവര് വിചാരിച്ച ആ ദൈവത്തിന്റെ. ഏത് ദൈവത്തിന്റെ? ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വായിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തിനാണോ ഇത് പ്രതിനിധീകരിക്കുന്ന എന്തിനാണെങ്കിലും ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ? ദൈവം പറഞ്ഞു എനിക്ക് പ്രതിനിധീകരിക്കാൻ നീ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞോ? എന്നെ പ്രതിനിധീകരിക്കാൻ നിനക്ക് വേണ്ടി നീ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞോ? ഇല്ല, ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. പെട്ടകം ഉണ്ടാക്കി അവിടെ ഞാൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് സ്വർഗത്തിന്റെ സാദൃശ്യമാണെന്ന് ബ്രദർ നേരത്തെ പറഞ്ഞു. അതെ, ഓക്കെ. നമുക്കിപ്പോ സ്വർഗത്തിന്റെ സാദൃശ്യത്തിനേക്കാൾ വലിയ വ്യക്തതയാർന്ന കൃത്യതയാർന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ബ്രദറിന്റെ ഉള്ളിലുണ്ടല്ലോ. അതെ, ഉണ്ടല്ലോ. എന്റെ ഉള്ളിലുണ്ടല്ലോ. അതേ ദൈവത്തിന്റെ ആത്മാവിൽ തന്നെ ശരീരരക്തങ്ങളായിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ആരെയും ബഹുമാനിക്കുന്നു നിങ്ങള്? അത് വന്നിട്ട് നമ്മൾ നമ്മുടെ എത്രയോ ആൾക്കാർ ഇവിടെ ഈ സഭയ്ക്കകത്തുള്ളതാണല്ലോ. അവര് നമ്മുടെ സഹോദരങ്ങളാണ്. എന്റെ ബ്രദറെ, ആരെയാ ബഹുമാനിക്കേണ്ടത്? ആരെയാ? ദൈവത്തെ ബഹുമാനിക്കണം, സഹോദരനെ ബഹുമാനിക്കണം. ജീവിക്കുന്ന സഹോദരനിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയാത്തവൻ ഇവനെ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ കമന്ന് നടന്നിട്ടുണ്ടാണ്. ഞാനൊരു ഉദാഹരണം ചോദിക്കാം. നിങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു 100 കുടുംബങ്ങൾ ഉണ്ടെന്ന് നോക്കിയാ. 100 കുടുംബമുണ്ട്. ഈ 100 കുടുംബത്തിൽ ഒരു 10 പേര് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ആളുകളാണ്. 90 പേര് ഓക്കെയാ. ഈ 10 പേരുടെ പ്രശ്നങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളെ സഹായിക്കാതെ ഈ വിഗ്രഹത്തെ പോയി കുമ്പിട്ട് കിടക്കുന്നതാണോ ശരി? അതെ, ഈ 10 പേരെ സഹായിക്കണോ? അപ്പൊ ക്രിസ്തുവിനെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നല്ലേ ബ്രദർ കോൾ വിളിച്ചപ്പോ ആദ്യം പറഞ്ഞത്? അപ്പൊ ഈശോയിൽ ആരെ കാണണം? സഹോദരനിൽ ക്രിസ്തുവിനെ കാണണം, വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ കാണണം. ഇതൊന്നും കാണാതെ ഈ പറയുന്ന വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ മാലയിടിച്ച് ബഹുമാനിക്കലാണോ ബഹുമാനം? അതെങ്ങനെ ബഹുമാനോ? ക്രിസ്തു അത് ആഗ്രഹിക്കുന്നുണ്ടോ? അത് നമ്മൾ ചെയ്യുന്നില്ല. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതാണ് ബ്രദർ പറഞ്ഞത്. ഞാനതാ നേരത്തെ ആദ്യം ബ്രദർ പറഞ്ഞു എത്ര പെർസെന്റേജ് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾക്കപ്പോ വിഗ്രഹാരാധനയല്ല. ഇത് ചെയ്യുന്നത് ശരിയാണെന്ന് വെച്ചപ്പോ അത് ശരിയല്ല, ഇത് ശരിയല്ല, എല്ലാം പകുതി. 1% വിഗ്രഹാരാധന ഉണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചതാണ്. 1% എന്നല്ല, കുറച്ചൊക്കെ വിഗ്രഹാരാധനയാകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അത് എത്ര പെർസെന്റേജ് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് അത് പറയാൻ താല്പര്യമില്ല. അതെനിക്കറിയത്തില്ല, ഞാനിങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. ഒബ്സർവേഷൻ പറയാം. ഞാനതാ കൊരട്ടിമുത്തിയുടെ കാര്യം ചോദിച്ചേ. ഞാൻ ഈ കൊരട്ടിമുത്തിനെ പോലെ ഒരു 1000 ഉദാഹരണം പറയാം. അത് ചില വചനങ്ങളുണ്ട്. ചിലതല്ല, ഇന്ന് 90% ഇതാ നടക്കുന്നത്. ഞാൻ ഈ പഴയ നിയമത്തിലെ വചനം കാണിച്ചു തരൂ. ഏത് വചനമാണ്? പ്രവാചകന്റെ പുസ്തകത്തിൽ നീതിമാന്മാരുടെ സ്മരണ അനുഗ്രഹപ്രദമാണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? ക്ലിയർ ചെയ്യൂ. സ്മരണ, നീതിമാന്മാരുടെ സ്മരണ അല്ലെ? അവരെ സ്മരിക്കണം. അവരെ വാക്കുകൾ കൊണ്ട് നമുക്ക് സ്മരിക്കാലോ. ഇത് കഴിയാഞ്ഞിട്ടാണോ ഈ വിഗ്രഹം വെച്ചിട്ട് സ്മരിക്കണ്ടേ? അല്ല, ഈ ഒരു ഇത് എങ്ങോട്ടായി പോകുന്നത്? CCC വായിച്ചിട്ടുണ്ടോ?
CCC വായിച്ചിട്ടുണ്ടോ? CCC ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. CCC കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആ വിഗ്രഹത്തിന്റെ പുറകിൽ ആരായിരിക്കുന്നത് അതിലേക്കാണ് ഈ സാധനം പോകുന്നത്. കറക്റ്റ് ശരിയാണത്. അപ്പൊ ആരാ പുറകിലിരിക്കുന്നേ? പുറകിലിരിക്കുന്ന ആരാണ്? ഞാനിപ്പോ ഡാവിഞ്ചിയുടെ ചിത്രത്തിന്റെ പുറകിൽ ആരായിരിക്കുന്നേ? ഡാവിഞ്ചിയുടെ ചിത്രം വിട്ടേക്ക്. ഞാനിപ്പോ ഒരു താലിക്കാരന്റെ പുറകെ അതെന്തിനാ വിടണം? എവിടേക്ക് വിടാൻ? അതായത് ബ്രദറിന് താല്പര്യമില്ലാത്ത പൊസിഷനിലേക്കൊന്നും ഞാൻ പോകണ്ട, നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സോണിൽ മാത്രം നമ്മളിത് സംസാരിച്ചാൽ മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡാവിഞ്ചി വരച്ച ചിത്രം ഒരു എന്താ പറയണ, ആരെങ്കിലും വരച്ച ഒരു ചിത്രം ആയിക്കോട്ടെ, ഞാൻ ആ ചിത്രത്തിൽ തൊട്ട് അത് യേശുവിന്റെ ആണോ? അത് ആരുടെ ചിത്രം? യേശുവിന്റെ ആണ്. അതെങ്ങനെ യേശുവിന്റെ ആവുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ദേവാലയങ്ങളെല്ലാം ഇടിച്ചു മാറ്റണമല്ലോ. അതെങ്ങനെ യേശുവിന്റെ ആവുന്നത്? എനിക്ക് പറഞ്ഞു തന്നേ. ഇടിച്ചു മാറ്റൽ നമുക്ക് അത് കഴിഞ്ഞിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ദേവാലയത്തൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് യേശുവിന്റെ ചിത്രം ആവുന്നത് എങ്ങനെയാ? എനിക്കത് പറഞ്ഞ വിശ്വാസമായിരിക്കും. ഒരു കുറ്റവാളിയുടെ ചിത്രം അത് യേശുവിന്റേതായിട്ട് എങ്ങനെ മാറും? യൂദാസിനെ വരച്ച ബ്രദറുടെ കയ്യിൽ വെറുതെ ഗൂഗിൾ ഉണ്ടല്ലോ അല്ലേ, വെറുതെ അടിച്ചു നോക്കൂ. ഡാവിഞ്ചിയുടെ ചിത്രത്തിന്റെ പുറകിലുള്ള ചരിത്രം ഒന്ന് അടിച്ചു നോക്കൂ. യേശുവിനെ വരച്ച മോഡൽ തന്നെയാണ്, യേശുവിനെ ഇരുത്തിയ മോഡൽ തന്നെയാണ് യൂദാസിന്റെ മോഡൽ. യൂദാസിന് വേണ്ടി ഡാവിഞ്ചി ഉപയോഗിച്ച അതേ മോഡൽ തന്നെയാണ് യേശുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ. യേശുവിനെയും യൂദാസിനെയും വരച്ചത് ഒരേ ആളെ തന്നെയായിരുന്നു. ശരി, അപ്പൊ പിന്നെ നാളെ തന്നെ പള്ളിയിൽ പോകുന്നില്ല. പിന്നെ അവിടെ ആ കള്ളന്മാരിക്കുന്ന സാധ്യത പള്ളി ഞാൻ എന്തിനാ കയറി പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ദേവാലയം വല്ല പ്രാധാന്യമുണ്ടോ? ദേവാലയത്തിന് പ്രാധാന്യം ഇല്ല, വേണ്ട. ബ്രദർ പോണ്ടെങ്കിൽ പോണ്ട, അതൊക്കെ ബ്രദറിന്റെ സ്വാതന്ത്ര്യം. ഞാനെന്തിനാ പോകാൻ പറയുന്നത്? യുക്തിവാദിയാവാം അല്ലേ? ഇങ്ങനെ പോകുന്നതിൽ യുക്തിവാദി ആവത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ചിത്രം വെച്ചിട്ട് ഈ അഭ്യാസം വെച്ചിട്ടാണ് ഈ വിശ്വാസം വളർത്തുന്നതെങ്കിൽ അത് യുക്തിവാദി ആവത്തുള്ളൂ. അല്ല, കല്ലുകളും മണ്ണിൽ അതിലൊന്നും ദൈവം ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ദേവാലയത്തിൽ ഒരുവൻ പോകുന്നതിന്റെ ഉദ്ദേശം ഒറ്റ കാര്യമേ ഉള്ളൂ, വിശുദ്ധ കുർബാനയാകുന്ന യേശുവിന്റെ ശരീരരക്തങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ദേവാലയത്തിൽ പോകാം. ഇതല്ലാതെ ദേവാലയത്തിന്റെ അകത്ത് ദൈവം ഉണ്ടെന്നോ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ദൈവം ഇരിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് കേരളത്തിലുള്ള പല ദേവാലയങ്ങളിലും ക്രിസ്തു ഇല്ല, ക്രിസ്തുവുമായിട്ട് ക്രിസ്ത്യാനിറ്റിയും ഇല്ല, ഈ പറയുന്ന കള്ളന്മാർ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അത് ശരിയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ യുക്തിവാദി ആവണോ നിരീശ്വരവാദി ആവണോ എന്നുള്ളത് ഞാനല്ല നിങ്ങളെ യുക്തിവാദിയാക്കിയേ, ഞാനല്ല നിങ്ങളെ നിരീശ്വരവാദിയാക്കിയേ. യുക്തിവാദിയായിട്ട് തന്നെ മാറിക്കളയാം. അതാ പറഞ്ഞു, അത് ഞാനല്ല നിങ്ങളെ യുക്തിവാദിയാക്കുന്നത്, ഈ നിങ്ങളായിരിക്കുന്ന കത്തോലിക്ക സഭയാണ് നിങ്ങളെ യുക്തിവാദിയാക്കുന്നത്. നിങ്ങൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ പറയുന്ന സഭയ്ക്കാ. എന്തായാലും കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ യുക്തിവാദിയായിരുന്നു, അടിപൊളി യുക്തിവാദിയായിരുന്നു. പിന്നെ ഞാൻ മാറ്റിക്കളയാം. പള്ളിയിൽ പോകേണ്ട, വെറുതെ കള്ളന്മാരുടെ സഭയ്ക്ക് കയറി പോകണമെന്നില്ല. അല്ല, ഇപ്പൊ എന്നിട്ട് പള്ളിയിൽ പോവോ? പള്ളി പോവും. ഇന്ന് പള്ളിയിൽ പോയിരുന്നോ? പോയി. എന്തിനാ പോയേ? വിശുദ്ധ കുർബാന ശരിയാ. എന്നിട്ട് സ്വീകരിച്ചോ? സ്വീകരിച്ചു. എന്നിട്ട് വന്നു. ഞാൻ അതാ ചോദിച്ചത്. ഇനി ഒറ്റ കാര്യം സമ്മതിക്കാനുള്ളത് ബ്രദറെ, എത്ര ശതമാനം കത്തോലിക്ക സഭയിൽ വിഗ്രഹാരാധന നടക്കണമെന്നുള്ള ഒറ്റ കാര്യം സമ്മതിച്ചാൽ മതി. അതുകൊണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒബ്സർവേഷൻ പറഞ്ഞാൽ മതി. നിങ്ങൾ കൃത്യമായിട്ട് കണക്കൊന്നും പറയണ്ട. നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് ഞാൻ ചോദിക്കുന്നത്. വിഗ്രഹാരാധന എന്ന് മേ ബി നടക്കുന്നതായിരിക്കും. ഐ തിങ്ക് ഒരു 25% നടക്കുന്നതായിരിക്കും. അത് വന്നിട്ട് ജനത്തിന് അത് എന്താ പറയുന്നത്, അറിവില്ലായ്മ കൊണ്ടാണ് നടക്കുന്നത്. ആരാണ് ഇവർ നടത്തേണ്ടത്? ആരാണ് അവരുടെ നേതാക്കന്മാര്? ദൈവത്താൽ സ്ഥാപിതമായ നേതാക്കന്മാരാണല്ലോ ഇവർ. അപ്പസ്തോലന്മാരല്ലേ? അപ്പസ്തോലിക പാരമ്പര്യമല്ലേ നമ്മൾ തുടരുന്ന കത്തോലിക്ക സഭ അല്ലേ? അപ്പസ്തോലിക പിൻഗാമികളല്ലേ ഇവിടെ ഇരിക്കുന്നവര്? ശ്രേഷ്ഠരായ അപ്പസ്തോലിക പിൻഗാമികളുടെ വായിലെ നാക്ക് എവിടെ പോയി? പ്രവർത്തിക്കാനുള്ള കയ്യിൽ ഇതെവിടെ പോയി? ആയുധങ്ങൾ എവിടെ പോയി? ഇതാരാ ചെയ്യേണ്ടത്? ഞാനാണോ ചെയ്യേണ്ടത്? ബാംഗ്ലൂരിൽ ഇരിക്കുന്ന പ്രിൻസ് ബ്രദറാണോ ചെയ്യേണ്ടത്? ഈ 25% വിഗ്രഹാരാധന, 1% 1% വിഗ്രഹാരാധന നെഹുഷ്ഠാൻ എന്ന് പറയുന്ന ആ പിച്ചള സർപ്പത്തിന് കണ്ടപ്പോ അത് തകർത്ത് കളഞ്ഞെന്ന് ബ്രദർ തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ അത് ചെയ്യാനായിട്ട് ഹെസക്കിയാക്കി കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? നമ്മുടെ അപ്പസ്തോലന്മാർക്ക് കഴിയുന്നില്ല? 1 കൊരിന്ത്യർ 13 കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയിലൂടെ കർത്താവിനെ കാണുന്നു, സ്വർഗ്ഗരാജ്യത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ മുഖാമുഖം ദർശിക്കും. പൗലോസ് പറയാ, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്, അല്ലാതെ കണ്ടുകൊണ്ടല്ല. പക്ഷെ ഞങ്ങൾക്കിത് കണ്ടാലേ ഞങ്ങൾക്ക് ആരാധന വരത്തുള്ളൂ, ഞങ്ങൾക്ക് ഇത് കണ്ടാലേ ഞങ്ങൾക്കൊന്ന് സ്തുതിക്കാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് കണ്ടൊന്ന് വണങ്ങിയാലോ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ചാലേ, അതുകൊണ്ട് തന്നെ ചെകുത്താൻ ഈ വഴിക്ക് കൊണ്ടുപോയതും ഇമ്മാതിരി ആക്കി വെച്ചു. നമ്മൾ കാണുന്നതല്ലോ, നമ്മൾ വിശുദ്ധ കുർബാന കാണുന്നതല്ലോ, അതാണല്ലോ വിശുദ്ധ കുർബാനയെ കണ്ടാ പോരെ? അതല്ലേ ആത്മാവ്. അതല്ലേ ഞാൻ ഈ ചോദിക്കുന്ന. യേശുവിന്റെ ശരീര രക്തങ്ങൾ വിശുദ്ധ കുർബാനയിലും സഹോദരനിലും പ്രിൻസ് ബ്രദറിലും എനിക്ക് പ്രിൻസ് ബ്രദറിലും കാണാൻ കഴിയുന്നെങ്കിൽ അതല്ല ഒരു വഴിപോക്കൻ, ഒന്നും കഴിയാത്തവൻ, ഒരു നഗ്നനായവൻ, ഒരു ഉടുക്കാനില്ലാത്തവൻ, അല്ലെങ്കിൽ രോഗിയായവൻ, ഒരു കഷ്ടത അനുഭവിക്കുന്ന അവനെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണാൻ കഴിയാത്തവൻ പിന്നെ ഈ താടിക്കാരനിൽ കണ്ടിട്ടാണോ ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത്? ഈ താടിക്കാരനിൽ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബ്രദർ മനസാക്ഷിയെ തൊട്ടിട്ട് പറയും, ബ്രദർ മനസാക്ഷിയെ തൊട്ടിട്ട് പറയും, നിങ്ങളുടെ ദേവാലയങ്ങളിൽ 100 കുടുംബം ഉണ്ടെങ്കിൽ ഈ 100 കുടുംബവും പരസ്പരം ക്രിസ്തുവിനെ കാണുന്ന രീതിയിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അപ്പൊ പിന്നെ ഈ വിഗ്രഹം വെച്ചിട്ട് ഇതല്ലേ അവസ്ഥ? ആദ്യ നൂറ്റാണ്ടുകളിൽ ഇതാണ് അവസ്ഥ.
അവർ പരസ്പരം സഹോദരങ്ങള്. ബൈബിള് വായിക്കി. അപ്പസ്തോല ക്യാരക്ടർ അല്ല, ഇത് ക്രിയേറ്റഡ് ആണ്, ഇങ്ങനെ ആക്കി തീർത്തതാണ്. ആദിമ സഭയ്ക്ക് ഇങ്ങനെ ഒരു സ്നേഹമല്ലായിരുന്നു, പരസ്പരം ഒറ്റ കൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. ഇത് ഈ വൃത്തികേടിലേക്ക് പോയത് ഈ അധികാര കൊതിയാണ് ഇതിലേക്ക് പോയത്. ഈ അധികാര കൊതിയിൽ നിന്ന് ഇതിലേക്ക് കടന്നു വന്നത്. നിങ്ങൾ പോയി ചരിത്രം പഠിക്കുക അതില്. അപ്പൊ എന്നിട്ട് വർത്താനം പറയാൻ പറ്റണം. അതല്ലാതെ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഈ വെള്ളപൂശാനായിട്ട് വന്നേക്കരുത്. അപ്പൊ 1, 2, 3, 4 നൂറ്റാണ്ടുകളിലൊക്കെ നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിൽ കൃത്യമായിട്ട് വായിച്ചിരിക്കുന്ന കാര്യം എന്നാ, അപ്പസ്തോല പ്രവൃത്തി വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്ന കാര്യം എന്നാ, അവര് ഒരു ഭവനമായി കരുതി, അവർക്കുള്ളതെല്ലാം ഒന്നായി കരുതി. അപ്പൊ ഇന്ന് ഈ വിഗ്രഹത്തിന്റെ പിന്നാലല്ലേ, അതിനകത്തല്ല ക്രിസ്തുവിനെ കാണുന്നത്. സ്വന്തം സഹോദരനിൽ ക്രിസ്തുവിനെ കാണാത്തവൻ പിന്നെ എന്നാ കാണിക്കാനാ? ഈ വിഗ്രഹത്തിൽ ക്രിസ്തുവിനെ കണ്ടിട്ട് അതിനകത്ത് പോയി കുമ്പിട്ട് അതിനകത്ത് പോയി വണങ്ങിയിട്ട് പിന്നെ എന്നാ കാണിക്കാനാ? അതിലെന്ത് ക്രിസ്ത്യാനിറ്റി ഉള്ളേ? അപ്പൊ പിന്നെ എന്താ ക്രിസ്ത്യാനിറ്റി? എനിക്കത് പറഞ്ഞു ഞാൻ ബ്രദറെ, എനിക്കത് കൺവിൻസ് ചെയ്തതാ. നിങ്ങൾ തന്നെ പറഞ്ഞു 100 കുടുംബം ഉണ്ടെങ്കിൽ 100 തമ്മിൽ അടിയാണ്. അപ്പൊ ഈ വിഗ്രഹം വെച്ച് ഈ പരിപാടി ചെയ്തതല്ല ഇതിലേക്ക് എത്തിച്ചത്. നിങ്ങൾ സഹോദരൻ ക്രിസ്തുവിനെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരുമോ? ചെയ്യേണ്ടത് അതല്ലേ? അത് ചെയ്യാതെ ഇത് ചെയ്തു വെച്ചിട്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് നിങ്ങളിപ്പോ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ തുടക്കം തുടങ്ങി ഒടുക്കം വരെ ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാത്തിന്റെ ആഫ്റ്റർ എഫക്ട് പാപം തിന്മയിലേക്കാണ് പോയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാം അത് ശരിയാണ്, അത് കറക്റ്റാണ്, അത് ക്ലിയർ ആണ്. അപ്പൊ ആദ്യം പോയി ബ്രദർ ഇതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പൊ 25% വന്നിട്ടുണ്ടല്ലോ വിഗ്രഹാരാധന കത്തോലിക്ക സഭയില്. നമുക്ക് ബാക്കിയുള്ളൊരു 100% എത്തിക്കാം, പേടിക്കണ്ട കേട്ടോ. 2 ദിവസം കഴിയട്ടെ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്നും പഠിച്ചിട്ട് പോവാം. ഓക്കെ.